പ്രിയപ്പെട്ടവരെ നമസ്കാരം. അങ്ങനെ 30 ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണി ഇന്ന് 29ാമത്തെ ദിവസം എത്തിയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ നന്ദിയോടുകൂടി ഓർക്കുന്നത്, നന്ദി പറയാൻ പോകുന്നത് നമ്മുടെ ഫ്യൂച്ചറിനോടാണ്, നമ്മുടെ ഭാവിയോടാണ്. എന്തിനാണ് ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളോട് നന്ദി പറയുന്നത്? ഭാവി നമുക്കൊന്നും അറിയില്ലല്ലോ എന്നല്ലേ ഇപ്പോൾ ഓർത്തത്. എന്നാൽ ഇന്ന് നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഭാവിയിലേക്കുള്ള ബേസിക് സ്റ്റെപ്സ് ആണ്, അല്ലെങ്കിൽ സ്മോൾ സ്റ്റെപ്സ് ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ഭാവിയോട് നന്ദി പറയണ്ടേ? ചെറിയ ചെറിയ സ്റ്റെപ്സ് മതി, ബേബി സ്റ്റെപ്സ്. ഇതെടുത്ത് നമ്മൾ വലിയ വലിയ കാര്യങ്ങളിലേക്കാണ് ബേസ് പണിയുന്നത്. സോ വി ആർ ജസ്റ്റ് സേയിങ് താങ്ക് യു ടു അവർ ഫ്യൂച്ചർ. നമ്മളുടെ ഫ്യൂച്ചർ എങ്ങനെയാവണമെന്ന് മറ്റാരേക്കാളും കൂടുതൽ നമ്മൾ തന്നെയല്ലേ നിശ്ചയിക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ ഭാവിയിൽ കാത്തിരിക്കുന്ന എല്ലാ അവസരങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഭാവിയിൽ എത്രയെത്ര അവസരങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് അല്ലേ? ഇന്ന് നാം നേടിയെടുത്ത ഓരോ സ്കിൽസ് ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്നതാണ്. Even though I cannot see future, I trust that it is filled with new experiences, meaningful lessons and wonderful possibilities. നമ്മളുടെ മുന്നിലുള്ള ഭാവിയിൽ ധാരാളം പോസിബിലിറ്റീസ്, സാധ്യതകൾ നാം കണ്ടുകൊണ്ട് ഭാവിയെക്കുറിച്ച് ഓർത്തുകൊണ്ട് നമ്മളുടെ ഭാവി ആ ഒരു നിമിഷത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഇത് കുറച്ചൊരു ട്രിക്കിയാണല്ലേ? ഭാവി എങ്ങനെയാന്ന് പോലും അറിയില്ല അല്ലേ? നമുക്ക് ഇപ്പോൾ അറിയുന്നത് എന്താ? നമ്മുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ. സോ പ്രസൻ്റ്ലി വാട്ട് വി ഹാവ്, അതിനോട് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭാവിയെ കൂടി ഓർത്തുകൊണ്ട് നന്ദി പറയാം. ഇന്നത്തെ അഫർമേഷൻ കേട്ടാലോ? ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദ ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് അവൈറ്റ് മീ. ഐ വെൽക്കം ദ ഫ്യൂച്ചർ വിത്ത് കോൺഫിഡൻസ്, ആത്മവിശ്വാസം, ഹോപ്പ്, പ്രതീക്ഷ ആൻഡ് എ താങ്ക്ഫുൾ ഹാർട്ട്. നന്ദിയുള്ള ഹൃദയത്തോടു കൂടി ഞാൻ വെൽക്കം ചെയ്യാണ് എൻ്റെ ഭാവിയെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഭാവി നമ്മുടെ കയ്യിൽ തന്നെ സുരക്ഷിതമാണ് കേട്ടോ. നമ്മൾ നന്ദിയോടുകൂടി ഭാവിയെ വെൽക്കം ചെയ്യുമ്പോൾ നമ്മുടെ ഫ്യൂച്ചറിന് നമുക്ക് നല്ലതേ തരാനുണ്ടാവുള്ളൂ. ഐ എം താങ്ക്ഫുൾ ദാറ്റ് എവറി ന്യൂ ഡേ ബ്രിങ്സ് എ ചാൻസ് ടു ലേൺ, ഗ്രോ ആൻഡ് ബിക്കം ബെറ്റർ വേർഷൻ ഓഫ് മൈസെൽഫ്. Every challenge is an opportunity to discover my strength, and every success reminds me that hard work and faith always have a purpose. എല്ലാ ചലഞ്ചും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക. നമുക്ക് മുന്നിലുള്ള വെല്ലുവിളികളുണ്ട് അല്ലേ? അതെല്ലാം അവസരങ്ങളായെടുത്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ട് എല്ലാ അവസരങ്ങളെയും കൂടുതൽ എക്സ്പീരിയൻസും കൂടുതൽ നോളേജും കൂടുതൽ വിസ്ഡവും നേടിക്കൊണ്ട് നല്ല ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു വ്യക്തിയാക്കി നമ്മളെ മാറ്റിയതിന് ഒരുപാട് നന്ദി പറയാം. എനിക്കായി തുറക്കാൻ പോകുന്ന ഓരോ വാതിലിനും ഞാൻ നന്ദിയുള്ളവനാണ്. ശരിയായ സമയത്ത് ശരിയായ അവസരങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയായ സമയത്ത് തന്നെ ശരിയായ അവസരങ്ങൾ നമ്മളുടെ മുമ്പിലെത്തുമ്പോൾ നമ്മൾ എപ്പോഴോ സ്കോളറായി അല്ലേ? നമ്മൾ പണ്ഡിതനായി തീർന്നു, നമ്മൾ വിസ്ഡം നേടിയവനായി തീർന്നു. സോ ശരിയായ സമയത്ത് തന്നെ ശരിയായ അവസരങ്ങൾ നമ്മളുടെ മുന്നിലേക്ക് എത്തണം. അതുകൊണ്ട് നമുക്ക് ഭാവിയോട് നന്ദി പറയാം. ഇന്നത്തെ റിഫ്ലക്ഷൻ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? വാട്ട് ഓപ്പർച്യൂണിറ്റീസ് ആം ഐ ലുക്കിംഗ് ഫോർവേഡ് ടു? എന്ത് അവസരങ്ങളാണ് ഞാൻ കാത്തിരിക്കുന്നത്? ചിലപ്പോൾ നല്ല ജോലിയാവാം, നല്ല വീടാവാം, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസമാവാം, നല്ല ആരോഗ്യമുള്ളൊരു ശരീരമാകാം, നല്ല ഉറക്കമാകാം. 6 മണിക്കൂർ നന്നായി ഉറങ്ങാൻ സ്വപ്നം കാണുന്ന എത്ര പേരുണ്ട് എന്നെ കേൾക്കുന്നതിൽ? ഹൗ ആം ഐ പ്രിപ്പയറിംഗ് മൈ സെൽഫ് ഫോർ ഫ്യൂച്ചർ സക്സസ്? നമ്മുടെ ഭാവിയിലെ സക്സസ്സിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? വാട്ട് ന്യൂ സ്കിൽ വുഡ് ഐ ലൈക്ക് ടു ലേൺ? പുതിയ ഏത് സ്കില്ലാണ് നിങ്ങൾ ലേൺ ചെയ്യാൻ പോകുന്നത്? ചിലർക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കാൻ ഇഷ്ടമാണല്ലേ? അപ്പം അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കാനുള്ള ഒരു ലിങ്ക് അയച്ചു തന്നു. സോ ഐ എം ഗോയിങ് ടു ലേൺ ദാറ്റ്. നിങ്ങൾ എന്താണ് പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നത്? കമൻറ്റിലൊന്ന് പറയണേ. വാട്ട് ഡ്രീംസ് ആം ഐ ഗ്രേറ്റ്ഫുൾ ടു ബി വർക്കിംഗ് ടുവേർഡ്? ഏത് സ്വപ്നത്തിലോട്ടാണ് ഞാൻ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്? ഏത് സ്വപ്നമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്? ചിലവർക്ക് പൈലറ്റ് ആവാനുള്ള ഒരു സ്വപ്നം, തീവ്രമായ ആഗ്രഹം മനസ്സിലുണ്ടാവില്ലേ?
ചിലവർക്ക് ലോകം അറിയുന്ന ഒരു കഥാകൃത്താവണമെന്നായിരിക്കും. ചിലവർക്ക് ലോകം അറിയുന്ന മോട്ടിവേഷൻ സ്പീക്കർ ആവണമെന്നായിരിക്കും. ചിലർക്കാണെങ്കിലോ സാധാരണ ചില മോഹങ്ങൾ കൊച്ചു കൊച്ചു മോഹങ്ങളായിരിക്കാം. അല്ലെ, സമാധാനമായിട്ട് ജീവിക്കണം, ഓരോ ദിവസവും സമാധാനവും സന്തോഷവും അനുഗ്രഹങ്ങളും കൊണ്ട് നിറയണം എന്നായിരിക്കാം അല്ലേ. ഹൗ ക്യാൻ ഐ റിമെയിൻ ഓപ്പൺ ടു ന്യൂ പോസിബിലിറ്റീസ് ഈച്ച് ഡേ? ഓരോ ദിവസവും എന്നിലേക്ക് തുറക്കപ്പെടുന്ന പുതിയ സാധ്യതകളിലേക്ക് ഞാൻ എങ്ങനെയാണ് ഓപ്പൺ ആയിരിക്കുന്നത് ഓരോ ദിവസവും? ബി താങ്ക്ഫുൾ, ബി ഗ്രേറ്റ്ഫുൾ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. ഓക്കെ, ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് കോട്ട് കേട്ടാലോ? എവറി ന്യൂ ഓപ്പർച്യൂണിറ്റി ഇസ് എ ചാൻസ് ടു ഗ്രോ, ലേൺ ആൻഡ് ക്രിയേറ്റ് എ ബ്രൈറ്റർ ഫ്യൂച്ചർ. എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമുക്ക് എന്താണ് നൽകുന്നത്? ഒരു ഗ്രോ ചെയ്യാനല്ലോ, വളരാനുള്ള ചാൻസ് നൽകണ്ടല്ലേ. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഓരോ അറിവും, നേടുന്ന കഴിവുകളും, അനുഭവിക്കുന്ന അനുഭവങ്ങളും നാളത്തെ വിജയത്തിലേക്കുള്ള തയ്യാറെടുപ്പാണ്. ഞാൻ എടുക്കുന്ന ഓരോ ചെറിയ ചുവടും എൻ്റെ ലക്ഷ്യങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും എന്നെ കൂടുതൽ ക്ലോസർ ആക്കുന്ന, അല്ലെങ്കിൽ അടുപ്പിക്കുന്നു. ഇന്ന് ഞാൻ ഭയത്തിന് പകരം പ്രത്യാശയെയും സംശയത്തിന് പകരം ആത്മവിശ്വാസത്തെയും തിരഞ്ഞെടുക്കുന്നു. എൻ്റെ ഭാവി അനുഗ്രഹങ്ങളാലും സന്തോഷങ്ങളാലും പുതിയ സാധ്യതകളാലും നിറഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കൃതജ്ഞതാ യാത്ര തുടരുമ്പോൾ വരാനിരിക്കുന്ന ഓരോ അവസരത്തെയും തുറന്ന മനസ്സോടെയും നന്ദിയുള്ള ഹൃദയത്തോടെയും സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നാളുകൾ ഇനിയും വരാനിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭാവി മനോഹരമാണ്. അതിലെ ഓരോ അനുഗ്രഹത്തിനും അവസരത്തിനും ഇന്ന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കൂടെ ഈ ദിവസങ്ങളിലെല്ലാം സഞ്ചരിച്ച ഓരോരുത്തർക്കും ഏറ്റവും നന്മയും അനുഗ്രഹങ്ങളും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നാളെ 30th ഡേ ആണ്. ഒരുപാട് സന്തോഷം. ഈ 30 ദിവസം നിങ്ങളുടെ ഒപ്പം ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണിയിൽ എനിക്കും കൂടി പങ്കെടുക്കാൻ സാധിച്ചാൽ 30 ഡിഫറെൻറ്റ് ടോപ്പിക്സ്. ബി ഗ്രേറ്റ്ഫുൾ എവറി ഡേ, ഈച്ച് മൊമെൻറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ, ജിത.